ബിഗ് ബോസ് 6ാം സീസണിലെ ആദ്യ എവിക്ഷൻ. വളരെ നാടകീയമായ പുറത്താക്കൽ. ലോഞ്ചിങ് മുതലേ നിറഞ്ഞു നിന്ന് മലയാളം ഷോയുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയാകർഷിച്ച രതീഷ് കുമാറാണ് അപ്രതീക്ഷിതമായി ഷോയിൽ നിന്നും പുറത്തായത്. എപ്പിസോഡ് കഴിഞ്ഞ ഉടൻ തന്നെ രതീഷിന്റെ പുറത്തു നിന്നുള്ള പ്രതികരണവുമെത്തി. ഏഷ്യാനെറ്റ് തന്നെയാണ് അത് പങ്കുവച്ചത്. രതീഷ് പറയുന്നത് ഇങ്ങനെയാണ്: ബിഗ് ബോസ് ജീവിതം വളരെ ടഫാണ്. ഒരു രക്ഷയുമില്ല. ഞാൻ ഒരിക്കലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഔട്ടാകുമെന്ന് വിചാരിച്ചില്ല. ക്വിറ്റ് ചെയ്ത സമയത്ത് ബിഗ് ബോസ് എന്നെ വിടാതിരുന്നപ്പോൾ വിചാരിച്ചത് സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ്. സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ 100 ഔട്ടാകുമെന്നാണ് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു എന്റെ ഗെയിമിന്റെ ഔട്ടോസ് ഓവർഡോസായി എന്ന്. പ്ലാൻ ചെയ്ത പോലെയല്ല കാര്യങ്ങൾ പോയത്. 1ാം ദിവസം തൊട്ടു ഗെയിം കളിച്ചു. അതിന്റെ കാര്യമില്ല. പതുക്കെ കളിച്ചു എല്ലാവരെയും സോപ്പിട്ട് നോമിനേഷനിൽ വരാതെ സൂക്ഷിക്കണമായിരുന്നു. പക്ഷേ നോമിനേഷനിൽ വന്നിട്ട് പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കണമെന്നായിരുന്നുവെന്നാണ് ചിന്തിച്ചതെന്നും രതീഷ് പറഞ്ഞു. എല്ലായിടത്തും നടന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അവസാനമിപ്പ എന്തായി? നിങ്ങളുടെ മുൻപേ ഇങ്ങനെ സംസാരിക്കാനായി. ഒരാഴ്ചയ്ക്ക് ശേഷം ഔട്ടായിട്ട്. ഞാൻ ഗെയിം പ്ലാനുമായിട്ട് വന്നതല്ല. എനിക്ക് കളിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് കണ്ട് ഞാൻ ഗെയിം തുടങ്ങിയതാണ്. എന്റെ വ്യൂ പോയിന്റിൽ ചിന്തിച്ചപ്പോൾ അവിടെ ഗെയിം നടക്കുന്നില്ല എന്ന് തോന്നി. അതെന്റെ തെറ്റായ ചിന്തയായിരുന്നു. ഒരാഴ്ച നിന്നപ്പോൾ 40 ദിവസത്തെ എഫക്റ്റ് ഉണ്ടായി. സൗണ്ടൊക്കെ പോയി. ക്ഷീണിതനാണ്. എനിക്ക് മതിയായിട്ടില്ല ഗെയിം. പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. തോൽവി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാലല്ലേ വിജയത്തിലേക്കുള്ള മുന്നോടിയാകുകയുള്ളൂ, രതീഷ് പറയുന്നു. അതേസമയം മോഹൻലാൽ ഓരോ മത്സരാർത്ഥിയോടും എവിക്ഷൻ സംബന്ധിച്ച് തിരക്കിയിരുന്നു. ആദ്യം രതീഷിനോടായിരുന്നു മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. അവസാന ഘട്ടം എത്തിയപ്പോഴാണ് എവിക്ഷൻ പ്രഖ്യാപിച്ചത്. എലിമിനേഷൻ പട്ടികയിലുള്ള എല്ലാവരോടും മുന്നിലോട്ട് വരാൻ മോഹൻലാൽ ആവശ്യപ്പെടുകയായിരുന്നു. ഓരോ ആളുടെയും ശബ്ദം കേൾപ്പിക്കുമ്പോൾ താൻ നിന്ന ഇടത്തു നിന്ന് മുന്നിൽ അടയാളപ്പെടുത്തിയ മാർക്കിലേക്ക് വന്ന് നിൽക്കാനും ചുവന്ന മാർക്കിൽ എത്തുന്നവർ പുറത്താവുകയും ചെയ്യുന്നതാണ് എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത്. അങ്ങനെ എത്തിയത് രതീഷ് കുമാർ ആയതോടെ ഷോയിൽ നിന്ന് പുറത്താവുകയായിരുന്നു. നേരത്തെ ബിഗ് ബോസിലെ അവതരണ ഗാനം തന്നെ രതീഷ് കുമാർ മറ്റൊരു ഈണത്തിൽ പാടി അവതാരകൻ മോഹൻലാലിനെ അടക്കം എൻട്രിയിൽ അമ്പരപ്പിച്ചാണ് തുടങ്ങിയത്. തനത് ശൈലിയിലായിരുന്നു ആ ഗാനം വേദിയിൽ രതീഷ് കുമാർ മനോഹരമായി അവതരിപ്പിച്ചത് എന്നതിനാലും പ്രേക്ഷകരുടെ ശ്രദ്ധയും ആകർഷിച്ചു. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ മറ്റൊരു രസകരമായ പാട്ടുമായി മത്സരാർത്ഥികളെയും കയ്യിലെടുക്കാൻ രതീഷ് കുമാറിന് സാധിച്ചു. എന്തായാലും മിമിക്രിയും പാട്ടുകളും ഡാൻസുമൊക്കെയായി ഷോയിൽ രതീഷ് കുമാർ നിറഞ്ഞു നിൽക്കുമെന്ന് കരുതാമെന്ന് അഭിപ്രായമുണ്ടെങ്കിലും അതെല്ലാം തെറ്റിച്ച് പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് രതീഷ് കുമാറിന്.